Hello dear students. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിന്റെ അടുത്ത സ്റ്റേജിൽ അടുത്ത സെക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്താണ് യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. ഓക്കെ, ഇതിനകത്ത് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്, കാൽക്കുലേഷൻ പറഞ്ഞത് പ്രിമിറ്റീവിൽ വേണം, ദെൻ ബോഡി സെന്റേർഡ് ആൻഡ് ഫേസ് സെന്റേർഡ്. അതിന് മുമ്പ് എന്ത് ചെയ്യുക, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ നോക്കണ്ടേ അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് കോഡ് ഏതാണ് പറഞ്ഞത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്, കളർ, ടെലിവിഷൻ, ഓർ HMT. ഓക്കെ, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണെന്ന് എഡ്ജ് ലെങ്ത്തും ആംഗിൾ ബിറ്റ്വീൻ എഡ്ജസും തരും, ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, A ഈക്വൽ ടു B ഈക്വൽ ടു C, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ 90 ഡിഗ്രി. ഏത് ക്രിസ്റ്റൽ സിസ്റ്റം ആണ്? A ഈക്വൽ ടു B ഈക്വൽ ടു C, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ബട്ട് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഏതായിരുന്നു? പറഞ്ഞോ, ശരിയാണ്. ഏതാണ്? റോംബോ ഹീറ്റർ ആണ്. ഏതാണ്? റോംബോ ഹീറ്റർ. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാം. ഇനി മറ്റൊരു കാര്യം വരാറുണ്ട്, മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്, മാച്ച് ബോക്സുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്ന ക്രിസ്റ്റൽ ലാറ്റൈസ് ഏതാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ്? ആരായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത്? നമ്മുടെ മാച്ച് ബോക്സുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്ന ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അപ്പൊ മാച്ച് ബോക്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ജസ്റ്റ് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാച്ച് ബോക്സ് യൂണിറ്റ്സ് ആണ് ഞാൻ വരയ്ക്കുന്നത്. മാച്ച് ബോക്സ് ആണ് ഇമാജിൻ ചെയ്യുക. ഓക്കെ, മാച്ച് ബോക്സ് ആണ് മാച്ച് ബോക്സിനെ പോലെ ഉണ്ടല്ലോ. ഓക്കെ, യെസ്. ഇതിനകത്ത് നിങ്ങൾ എഡ്ജസ് എടുക്കുക എന്ന് പറഞ്ഞത്. ഏത് ആക്സിസ് ഞാൻ എടുക്കുന്നത്? എക്സ് ആക്സിസ് എടുക്കുകയാണ്. ഇത് ഏത് ആക്സിസ് എടുക്കുകയാണ്? വൈ ആക്സിസ് എടുക്കുകയാണ്. ഇത് ഏത് ആക്സിസ് എടുക്കുകയാണ്? സെറ്റ് ആക്സിസ് എടുക്കുകയാണ്. ഓക്കെ, എക്സ്, വൈ ആൻഡ് സെറ്റ്. എഡ്ജ് ലെങ്തുകൾ നിങ്ങൾ നോക്കിക്കാം. എത്രയാണ് എഡ്ജ് ലെങ്തുകൾ വരുക? ഫസ്റ്റ് ഏതത് 1, ഇത് A എന്ന് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള എഡ്ജ് ലെങ്ത് B ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള എഡ്ജ് ലെങ്ത് എത്രയാണ്? C ആണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. എയും ബിയും സിയും എന്താണ്? ഈക്വൽ ആണോ? എയും ബിയും സിയും ഈക്വൽ ആണോ? അല്ല, കാണുമ്പോൾ തിരിയുന്നുണ്ടല്ലോ. അതായത് A not equal to B not equal to C. എയും ബിയും സിയും എന്താണ്? ഡിഫറന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി മാച്ച് ബോക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിളുകൾ എന്തായിരിക്കും? ആൽഫയും ബീറ്റയും ഗാമയും. ആൽഫയും ബീറ്റയും ഗാമയും എന്തായിരിക്കും? ഇപ്പോ ഈ ആംഗിൾ എത്ര വരിക? ഇത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരിക. നമ്മളിത് 3 ഡയമെൻഷൻ ആണ്. ഇതിങ്ങനെ വെച്ചാല് ഈ ആള് ആരാണ്? സെറ്റ് ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതും ഈ ആളും തമ്മിൽ എന്താണ്? പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോ ഈ വൈയും സെറ്റിനും ഇടയിലുള്ള ആക്സിസിലും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പൊ ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ദെൻ ഏതാണ്? ദെൻ ആരാണ്? എക്സിനും സെറ്റിനും ഇടയിൽ, എക്കും സിക്കും ഇടയിൽ. ഓക്കെ, ഈ എക്സ് ആക്സിസ് ഇങ്ങനെയാണ്, സെറ്റ് ആക്സിസ് ഇങ്ങനെ വിചാരിക്കും അല്ലെ? അപ്പൊ ഇപ്പോഴും ഇതും എന്ത് തന്നെയാണ്? പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ആ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. പിന്നെ ആരാളുള്ളത്? ഇതാ വൈ ആക്സിസും എക്സ് ആക്സിസിനും ഇടയിൽ പെർപെൻഡിക്കുലർ ആണല്ലോ, അതും 90 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് alpha equal to beta equal to gamma equal to 90 degree. ഏതായിരുന്നു ക്രിസ്റ്റല്? നിങ്ങൾ പറ, ഏത് സിസ്റ്റം ആയിരുന്നു? A not equal to B not equal to C ഏതായിരുന്നു? then alpha equal to beta equal to gamma equal to 90 degree. ആരാണ്? യെസ്, ഓർത്തോറോംബിക്. ആരാണത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഓർത്തോറോംബിക് ആണ് എക്സാമ്പിൾ. സോറി, ക്രിസ്റ്റൽ സിസ്റ്റം പേര്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് മാച്ച് ബോക്സുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്ന ക്രിസ്റ്റൽ ലാറ്റൈസ് ഏതാണ്? ഡേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കിന് ചോദിച്ചു. അപ്പൊ ആൻസർ എന്ത് കൊടുക്കുക നിങ്ങൾ? ഓർത്തോറോംബിക്. ഓക്കെ, അത് അഡീഷണൽ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഏതാണ് ഇന്നത്തെ ടോപ്പിക്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ ഏതിലൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഒന്ന് പ്രിമിറ്റീവിൽ വേണം, പ്രിമിറ്റീവ്. then ഏതാണ്? ബോഡി സെന്റേർഡ് ആൻഡ് ലാസ്റ്റ് വൺ ഫേസ് സെന്റേർഡ്. ഈ 3 കേസിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഫേസ് സെന്റേർഡ്. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേഷൻ വേണ്ട എന്താണ്? ഒരു 3 പോയിന്റ്സ് ഉണ്ട്. ആ 3 പോയിന്റ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് ഞാനൊരു പിക്ചർ വരയ്ക്കാണ്. ഇപ്പോ ഒരു എന്താണ്
ഒരു ക്രിസ്റ്റൽ ലാറ്റക്സ്. അതായത് സോഡിയം ക്ലോറൈഡിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിട്ടേ. ഓക്കെ, സോഡിയം ക്ലോറൈഡിന്റെ വലിയൊരു ക്രിസ്റ്റൽ ലാറ്റക്സ് ഞാൻ വരയ്ക്കണം. ക്രിസ്റ്റൽ ലാറ്റക്സിന്റെ ഒരു പോർഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്യൂബിക് ആണ് ഏത് വരുന്നത്, സോഡിയം ക്ലോറൈഡ് വരിക. ഇനി എന്ത് ചെയ്തു, 3 ഡിഫറെന്റ് പ്ലെയിനിൽ കൂടി ഇവർ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഓക്കെ, ഈ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യുന്നത് 3 ഡിഫറെന്റ് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്തു. ഓക്കെ, യെസ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടുന്ന് താഴത്തേക്ക് ജോയിൻ ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യാം, ഇത് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു ഇതൊരു ക്യൂബിക് ക്രിസ്റ്റൽ എന്താണ് സിസ്റ്റം ആണ്. ഇതിനകത്തുള്ള എന്താണ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ക്യൂബ് ആണ്. മീൻസ് പ്രിമിറ്റീവ് യൂണിറ്റ്സ് എല്ലാം വരുന്നത്. അത് നമ്മൾ എന്ത് വിളിക്കും, പ്രിമിറ്റീവ് അല്ലെങ്കിൽ എന്താണ് സിമ്പിൾ ക്യൂബിക് അല്ലെ. പ്രിമിറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക, സിമ്പിൾ ക്യൂബിക് എന്ന് പറയും. സിമ്പിൾ ക്യൂബിക് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇതിൽ എത്ര യൂണിറ്റ് സെല്ലുകൾ ഉണ്ട് മൊത്തം? എത്ര യൂണിറ്റ് സെല്ലുകളാണ് ഇതിനകത്തുള്ളത് പറ. യെസ്, ഈ താഴത്തെ പോർഷൻ നോക്കുക. ഇത് എന്താണ് മുകളത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. താഴത്തേക്കാണ് ഞാൻ എടുക്കുന്നത്. എന്താണ് നമ്പർ 1, നമ്പർ 2, 3, 4 താഴെയുള്ളതാണ്. ദെൻ ആരാണ് മുകളിലത്തെ എന്താണ് യൂണിറ്റ് സെല്ലുകൾ നോക്കുക. 5, 6, 7, 8 there are 8 യൂണിറ്റ് സെൽസ്. ഞാൻ ഈ വരച്ച ഈ റെപ്രസെന്റേഷനകത്ത് 8 യൂണിറ്റ് സെല്ലുകൾ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, ഞാനിവിടെ ഒരു പാർട്ടിക്കിളിന് വരക്കാം. ഓക്കെ, ഈ ഒരു കോർണർ നമ്മൾ പറഞ്ഞ എല്ലാ കോർണേഴ്സിലും ആരുണ്ട് ഇങ്ങനെ വരക്കുമ്പോൾ പാർട്ടിക്കിൾ ഉണ്ടാകും. സോഡിയം ക്ലോറൈഡിന്റെ കേസ് ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഈ കോർണറിൽ വരക്കണം. ഓക്കെ, ഒരു പാർട്ടിക്കിൾ വരച്ചു. ഓക്കെ, എന്റെ ചോദ്യം, ഈ കോർണർ എന്ന് വെച്ചാല് ഇത് എത്ര യൂണിറ്റ് സെല്ലുകൾക്ക് കോമൺ ആണ്? ഈ കോർണർ എത്ര യൂണിറ്റ് സെല്ലുകൾക്ക് കോമൺ ആണ്? നിങ്ങൾ ശരിക്കും നോക്കുന്നത് ഇതിനകത്ത് നോക്കിയേ. ഈ കോർണർ തന്നെയല്ലേ ഇതിനും 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 മുകളിലെ 4 യൂണിറ്റ് സെല്ലുകൾക്കും കോമൺ അല്ലേ ഈ കോർണർ? ഒരു കോർണർ നിന്ന് നമുക്ക് എത്ര യൂണിറ്റ് സെല്ലുകൾ വരക്കാൻ വേണ്ടി പറ്റും? 8 യൂണിറ്റ് സെല്ലുകൾ വരക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. മീൻസ് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടായാല് ആ പാർട്ടിക്കിളിന് 8 യൂണിറ്റ് സെല്ലുകൾ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. 8 യൂണിറ്റ് അങ്ങനെയല്ലേ വരുക. ഈ പാർട്ടിക്കിൾ ഇതിലേക്കും ഉണ്ട്, അതായത് ഈ യൂണിറ്റ് സെല്ലിലേക്ക് വരും, ഇതിലേക്കും വരും, ഇതിനുമുണ്ട്, ഇതിനുമുണ്ട്. ഈ യൂണിറ്റ് സെല്ലിന് വരും, ഇവിടെയുള്ള യൂണിറ്റ് സെല്ലിന് വരും, ഇവിടെയുള്ള യൂണിറ്റ് സെല്ലിനും ഇവിടെ വരും. 8 യൂണിറ്റ് സെല്ലുകൾ ഈക്വൽ ആയിട്ട് ഒരു കോർണറിലുള്ള പാർട്ടിക്കിളിന് എടുക്കും. ഓക്കെ ആണോ? നമ്മൾ സാധാരണ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും അല്ലെ. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് കോർണേഴ്സില് പാർട്ടിക്കിൾസ് ഉണ്ടാകും. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്ത് കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ടാകും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ഈ 8 എഴുതാൻ പാടുണ്ടോ? പറ്റുമോ? ഇല്ല. ഇത് ഒരു യൂണിറ്റ് സെല്ലാണ്. ഇതിനെ കണക്ട് ചെയ്തിട്ട് എന്തുണ്ട്, ഒരു കോർണറിനെ കണക്ട് ചെയ്തിട്ട് എത്ര യൂണിറ്റ് സെല്ലുകൾ ഉണ്ടാവും? 8 യൂണിറ്റ് സെല്ലുകൾ ഉണ്ടാകും. മീൻസ് ഒരു കോർണറിലുള്ള പാർട്ടിക്കിളിന് 8 യൂണിറ്റ് സെല്ലുകൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഷെയർ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിന് ആ പാർട്ടിക്കിളിന്റെ എത്ര ഭാഗം മാത്രമേ ഉണ്ടാകൂ? 1/8 മാത്രമേ ഉണ്ടാവൂ. ഇത്രയേ ഉള്ളൂ. ഒരു പാർട്ടിക്കിളിന് 8 പേര് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്രയേ കിട്ടൂ? 1/8. 8ൽ 1 കിട്ടൂ. ദാറ്റ്സ് എ കൺസെപ്റ്റ്. അതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ ചിത്രം ഒന്നും വരക്കണ്ട, ആ കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ പറഞ്ഞിരുന്നു. ലിസൺ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കാം. പാർട്ടിക്കിൾ അറ്റ് ദ കോർണർ. ഫസ്റ്റ് പോയിന്റ് particle at the corner. Particles at the corner, at the corners is shared by 8 unit cells. Therefore particle at the corner contributes 1/8. Okay, 1/8 to the unit cell. ഒരു യൂണിറ്റ് സെല്ലിന് 1/8 മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഒരു കോർണറിലുള്ള പാർട്ടിക്കിളിന് 8 യൂണിറ്റ് സെല്ല് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു കോർണറിൽ എത്ര വരും? അപ്പൊ ശരിക്കും ആക്ച്വലി എത്ര വരുന്നുള്ളൂ? 1/8 മാത്രമേ ഒരു പാർട്ടിക്കിളിന്റെ വരും. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് വൺ that is ഫേസ് സെന്റർ ആണ് നമുക്ക് നോക്കുന്നത്.
അപ്പൊ ഞാൻ എന്താണ് ക്യൂബ് വെച്ചിട്ട് എന്താണ് ഫേസ് ജസ്റ്റ് 2 യൂണിറ്റ്സിൽ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാണ്. ഇതൊരു യൂണിറ്റ് സെല്ല്, കുറെ ഉണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ പോകും. ഓക്കെ, രണ്ട് യൂണിറ്റ് സെല്ല്, 2 ക്യൂബിക് യൂണിറ്റ് സെല്ലുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. യൂണിറ്റ് സെൽ എടുക്കുകയാണെങ്കിൽ അതിന് ഫേസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ ഒരു ഫേസ് ഞാൻ ഇവിടെ മാറ്റാം, ഈ ഒരു ഫേസ് മാറ്റാം. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഈ ഫേസ് എന്ന് പറയുന്നത് ഈ 2 യൂണിറ്റ് സെല്ലുകൾക്കും കോമൺ അല്ലേ? അപ്പൊ നിങ്ങൾ ക്ലാസ് റൂം എന്ന് വിചാരിച്ചു. നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂം എന്താണ്? ഒരു യൂണിറ്റ് സെല്ലാണെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത ക്ലാസ് റൂം അടുത്ത യൂണിറ്റ് സെൽ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ 2 ക്ലാസ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുമരുണ്ടല്ലോ, ആ ചുമരെന്ന് പറഞ്ഞാല് 2 ക്ലാസ്സിന് കോമൺ ആണല്ലോ. ഓക്കെ, അതേപോലെ 2 യൂണിറ്റ് സെല്ലുകൾ എടുക്കുന്ന അതിന് ഒരു ഫേസ്, ഏത് ഫേസ് എടുത്താലും ആ ഫേസ് 2 യൂണിറ്റ് സെല്ലിന് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. 2 യൂണിറ്റ് സെല്ലിന് കോമൺ ആയിരിക്കും. ഓക്കെ, അപ്പോഴ് ഈ യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസ് സെന്ററിൽ ഞാനൊരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ ആർക്കൊക്കെ ഉണ്ടാകും? ഈ യൂണിറ്റ് സെല്ലിനും കിട്ടും, ഈ യൂണിറ്റ് സെല്ലിനും കിട്ടും. ഒരു പാർട്ടിക്കിളിനെ 2 ആള് ഈക്വൽ ആയിട്ട് എടുത്താല് ഒരാൾക്ക് അതിന് പകുതിയിൽ കിട്ടും. അപ്പൊ ഇയാൾക്ക് പകുതി കിട്ടും, ഇയാൾക്ക് പകുതി കിട്ടും. ക്ലിയർ ആണല്ലോ. ഒത്തിരി ഓർത്ത് നോക്കണ്ടോ? ഒരു ഫേസ് അല്ലെ, ഫേസ് സെന്ററിലുള്ള പാർട്ടിക്കിളിന് എത്ര യൂണിറ്റ് സെല്ലുകൾ ഈക്വൽ ആയി ഷെയർ ചെയ്യുന്നുണ്ട്? 2 യൂണിറ്റ് സെല്ലുകൾ ഈക്വൽ ആയി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിന് ആ പാർട്ടിക്കിളിന്റെ എത്ര ഭാഗം മാത്രമേ കിട്ടൂ? 1/2 പാർട്ട് മാത്രമേ കിട്ടൂ. ഓക്കെ ആണല്ലോ. യെസ്, that's the next point. What is that? What is that? Particle at the face center. Particle. Okay, at the face center. At the face center is shared by 2 unit cells. 2 unit cells. Okay, 2 unit cells. Therefore, particle at the face center contributes 1/2 to the unit cell. ഒരു പാർട്ടിക്കിൾ പകുതിയെ നമ്മൾ ചിത്രം വരക്കുമ്പോ ഒരു പാർട്ടിക്കിൾ അങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ അത് 2 പേര് ഷെയർ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിന് ആ പാർട്ടിക്കിൾ എത്ര കിട്ടും? പകുതി മാത്രമേ കിട്ടൂ. ഓക്കെ ആണല്ലോ. യെസ്, ദ ലാസ്റ്റ് വൺ ഈസ് ബോഡി സെന്റർ. ഓക്കെ, ഞാൻ യൂണിറ്റ് സെൽ വരക്കുകയാണ്. ഓക്കെ, 8 കോർണേഴ്സിലുണ്ട്. ആ ബോഡി സെന്ററിലുള്ള, ബോഡിയുടെ നടക്കുക ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലുള്ള പാർട്ടിക്കിള് ആ യൂണിറ്റ് സെൽ സ്വന്തമായിരിക്കില്ലേ? അതിന് വേറെ ആർക്കെങ്കിലും മറ്റ് പുറമേയുള്ള യൂണിറ്റ് സെല്ലിന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ ബോഡി സെന്ററിലുള്ള പാർട്ടിക്കിള് ആർക്ക് സ്വന്തമായിട്ടുണ്ടാവും? യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. മീൻസ് ബോഡി സെന്ററിലുള്ള പാർട്ടിക്കിളിനെ മറ്റ് യൂണിറ്റ് സെല്ലുകൾ എന്ത് ചെയ്യുന്നില്ല? ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ ബോഡി സെന്ററിലുള്ള പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, particle at the body center contributes എത്ര കോൺട്രിബ്യൂഷൻ വരും? 1 to the unit cell. ഓക്കെ, ഈ 3 പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ച് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ 3 പോയിന്റ്സ് ഓർത്തോ. ഫസ്റ്റ് വൺ, ഒരു കോർണറിലുള്ള പാർട്ടിക്കിളിനെ 8 പാർട്ടിക്കിൾസ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. പാർട്ടിക്കിൾ അറ്റ് ദ കോർണർ കോൺട്രിബ്യൂട്ട്സ് 1/8 ടു ദ യൂണിറ്റ് സെൽ. നെക്സ്റ്റ് പോയിന്റ്, പാർട്ടിക്കിൾ അറ്റ് ദ ഫേസ് സെന്റർ ഈസ് ഷെയർഡ് ബൈ 2 unit cells. Therefore, particle at the face center contributes 1/2 to the unit cell. Last one, particle at the body center contributes 1. എത്രയായിട്ട് കോൺട്രിബ്യൂഷൻ വരും? കോൺട്രിബ്യൂഷൻ 1. ഒരു പാർട്ടിക്കിൾ അങ്ങനെ തന്നെ കിട്ടും. These are the 3 points. Then we can calculate number of particles per unit cell. It is denoted by set. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സെറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. അപ്പൊ ആദ്യം ഏതാണ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, പ്രിമിറ്റീവ് മീൻസ് അത് ഏത് തന്നെയാണ്? സിമ്പിൾ ക്യൂബിക് ആണ്. സിമ്പിൾ ക്യൂബിക്.
Second one, body centered cubic, and third one, face centered cubic. Primitive, body centered, face centered. Okay. Yes. Clear? Yes. നോക്കുക, ഇനി കാൽക്കുലേഷൻ ചോദിച്ചാല് ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പബ്ലിക് എക്സാമിന് എഴുതുന്ന സമയത്ത് ഇപ്പൊ പ്രിമിറ്റീവിന്റെ കേസിലാണെങ്കിൽ എന്താണ് ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കണം കേട്ടോ, മാർക്കിനനുസരിച്ച് എഴുതി കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് വൺ പ്രിമിറ്റീവ്. ഉടനെ എന്ത് വരക്കും നിങ്ങൾ? പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ പിക്ചർ വരച്ചു കൊടുക്കും. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ പിക്ചർ. ഓക്കെ, പാർട്ടിക്കിൾസ് എവിടെയൊക്കെയുണ്ട്? പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദ കോർണേഴ്സ്. എത്ര കോർണേഴ്സിലാണ്? 8 കോർണേഴ്സ്. 2, 3, 4, 5, 6, 7, 8. നമ്മൾ പറഞ്ഞു ഒരു കോർണറിൽ ശരിക്കും പാർട്ടിക്കിളിന്റെ എത്ര പാർട്ട് മാത്രമേ വരൂ? 1/8. അപ്പൊ ഓരോ കോർണറിലും 1/8 വരും. 1/8. ഹിയർ ആൾസോ 1/8. ഒരു പാർട്ടിക്കിളിൽ 1/8 ഉള്ളൂ. 1/8. ഹിയർ അഗൈൻ 1/8. ഹിയർ ആൾസോ 1/8. എല്ലാ കോർണേഴ്സിലും ശരിക്കും പാർട്ടിക്കിളിന്റെ 1/8 മാത്രമേ ആർക്ക് കിട്ടൂ? ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. Therefore, number of particles per unit cells in the case of primitive, that is എങ്ങനെ വരിക? Z is equal to ഒരു കോർണറിലുള്ള കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അങ്ങനെ എത്ര കോർണേഴ്സ് ഉണ്ട് പ്രിമിറ്റീവിനകത്ത് വരിക? 8 ആണ്. അപ്പോൾ 8 into 1/8 ആൻസർ എത്ര വരും? 1. അപ്പൊ ശരിക്കും നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോ 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിലും പക്ഷെ അതിന്റെ എഫക്റ്റീവ് ആയിട്ട് എത്ര പാർട്ടിക്കിൾ വരൂ? ഒറ്റ പാർട്ടിക്കിൾ മാത്രമാണ് നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഒരു കോർണറിലുള്ള പാർട്ടിക്കിളിനെ 8 യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ബോഡി സെന്റേർഡ്. നെക്സ്റ്റ് വൺ ഈസ് ബോഡി സെന്റേർഡ് ക്യൂബിക്. ബോഡി സെന്റേർഡ് ക്യൂബിക്. ബോഡി സെന്റേർഡ്. ഓക്കെ, ബോഡി സെന്റേർഡ് എന്തായിരുന്നു? പാർട്ടിക്കിൾസ് എവിടെയൊക്കെയായിരുന്നു? പാർട്ടിക്കിൾസ് 8 കോർണർ. 1, 2, 3, 4, 5, 6, 7 and 8. And here Z is equal to വരിക? Z is equal to 8 കോർണർ ഉണ്ടല്ലോ. അപ്പൊ ഈ കാൽക്കുലേഷനോട് വരും. അപ്പൊ 8 into 1/8 പ്ലസ് ബോഡി സെന്റർ എന്ന് വരുമ്പോ ഒരു പാർട്ടിക്കിൾ എവിടെയുണ്ട്? ബോഡിയുടെ സെന്റർ. അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പോ 8 into 1/8 plus 1, that is equal to 8 into 1/8. 1 plus 1, ആൻസർ എത്ര വരും? 2 എന്ന് വരും. ആൻസർ is equal to 2. Okay, yes. The last one is face centered cubic. Last one is face centered cubic. Face centered cubic. Face centered cubic. Then other 8 corners. Okay, 8 corners particles are the first one, second one, third, fourth, fifth, sixth, seventh and 8th. Any other particles are there? Also particles at each face centers. 1, 2, 3, 4, 5 and up. Okay, see here Z is equal to 8 corners. So Z is equal to 8 into 1/8 plus 8 into 1/8 plus ഒരു ഫേസ് സെന്ററിലുള്ള പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 1/2 ആയിരുന്നു. That is 1/2. അങ്ങനെ ഒരു യൂണിറ്റ് സെൽ എടുത്താൽ എത്ര ഫേസസ് ഉണ്ടാവും? 6 ഫേസസ് ഉണ്ടാവും. അപ്പൊ ഒരു ഫേസ് സെന്ററിൽ 1/2 കോൺട്രിബ്യൂഷൻ. അപ്പൊ 6 ഫേസ് സെന്ററിലും കൂടിയിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര വരിക? 6 into 1/2. 6 into 1/2. Okay. Okay. Therefore 8 into 1/2 1 plus 6 into 1/2 3. Therefore 1/3 is equal to 1 plus 3 is equal to 4. Okay. Clear? Clear അല്ലേ? Yes. These are about the number of particles per unit cell. Z നമ്മൾ മാർക്ക് ചെയ്യും. പോയിന്റ് എന്താണ്? Particles at the corners is shared by 8 unit cell. Therefore contribution is only 1/8 at the a corner. Next എന്താണ്? Particle at the face center is shared by 2 other unit cells. Therefore contribution only 1/2. Body centerലെ contribution എത്ര തന്നെയാണ്? 1 തന്നെ ആയിരിക്കും. അപ്പോൾ പ്രിമിറ്റീവിന്റെ കേസിൽ Z is equal to 1/8 ഒരു കോർണറിൽ. അപ്പൊ 8 കോർണർ ആകുമ്പോൾ 8 into 1/8 is equal to 1. BCC എങ്ങനെ വരിക? 8 into 1/8 plus 1 particle at the center, body center. Therefore 1 plus 1, answer 2. The last one, face centered cubic. 8 into 1/8 corner contribution. 1 plus 1/2 ഒരു face center contribution. അപ്പോൾ 6 into 1/2. Therefore 1 plus 3, that is equal to 4. Okay, അത് by heart ആയിട്ടോ. Okay,
ചില സമയത്ത് അങ്ങനെയൊക്കെ വരും, പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ചില സമയത്ത് ഒരു ക്രിസ്റ്റൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്നൊക്കെ പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ്സ് 4 എന്ന് ഓർത്ത് വെക്കും. സി പ്രിമിറ്റീവില് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1. ബോഡി സെന്റേർഡിൽ എത്രയാണ്? 2 ആണ്. ഫേസ് സെന്റേർഡിൽ എത്രയാണ്? 4. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞു, ഇനീഷ്യലി തുടക്കത്തിലേ പറയുന്നുണ്ട് സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് എന്താണ് ക്ലോസ്ലി പാക്ഡ് ആണ്, 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യണം? അടുത്തടുത്ത് വെച്ചിട്ടുണ്ടാവണം അല്ലെ. അങ്ങനെ വരുമ്പോൾ 1 ഡയമെൻഷണൽ ജോമെട്രി, 1 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻസ് വരും പാർട്ടിക്കിൾസിൻ്റെത്. ആ 1 ഡയമെൻഷനിൽ നിന്ന് 2 ഡയമെൻഷണൽ റെപ്രസെന്റേഷനിലേക്ക് വരും. ആ 2 ഡയമെൻഷനിൽ നിന്ന് ഫൈനലി നമ്മൾ ഏതിലേക്ക് പോകും? 3 ഡയമെൻഷണൽ ജോമെട്രിയിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ്സ് ആണ്. അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.